കാരണം ആദ്യമൊക്കെ ഇസ്രായേൽ അല്ലെങ്കിൽ സാനിസ്റ്റ് ലോബി ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആൻറ്റിസെമിറ്റിസം പോലെയുള്ള കാർഡുകൾ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു US-ൽ. അങ്ങനെയാണ് അവരുടെ ഒരു പബ്ലിക് ഡിസ്കോഴ്സ് അവർ മാനേജ് ചെയ്തിരുന്നത് US-ലേത് അങ്ങനെയായിരുന്നു, ആൻറ്റിസെമിറ്റിസം കാർഡ് ഉപയോഗിച്ചിട്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി അത് അത്ര വർക്കാവുന്നില്ല. പല മീഡിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും അവർക്കെതിരെ തന്നെ ഈയൊരു പിന്നെ ഇസ്രായേലിൻ്റെ രീതികളെ നമ്മൾ ആ ഒരളവിൽ പിന്നെ ബൈ ചെയ്യണ്ട എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ പോപ്പുലറായിട്ട് അവിടെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അവിടെയുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇൻറ്റേർണലി കുറേ പ്രശ്നങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് മുൻ പ്രതിരോധ മന്ത്രി വി ഹാവ് എ ലയർ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹുവിനെ, കാരണം October 7 നടന്നിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടല്ല നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ഒരു പിന്നെ 1200ഓളം ഇസ്രായേലികൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന October 7 സംഭവം, അത് പിന്നെ ഗവൺമെൻറ് ഏജൻസികളല്ലാതെ സെക്യൂരിറ്റി സൈഡിൽ നിന്ന് കൊണ്ട് മാത്രം അതിൽ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം വ്യാപകമായിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിലുണ്ട്.